ഓം നമോ നാരായണായ. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീ ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമുക്കിന്ന് 58-ാം ദശകമാണ് നോക്കാനുള്ളത്. മാലിനി വൃത്തത്തിൽ എഴുതിയ ഈ ദശകത്തിൽ ഭഗവാൻ കാട്ടുതീയിൽ നിന്ന് ഗോപാലകന്മാരെയും പശുക്കളെയും എല്ലാം രക്ഷിക്കുന്നതും ആ വൃന്ദാവനത്തിൻ്റെ വർണ്ണനയുമാണ് കൊടുത്തിട്ടുള്ളത്. ഭാഗവതം ദശമസ്കന്ധത്തിലെ 19-ാമത്തെയും 20-ാമത്തെയും അധ്യായങ്ങളാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത്. നമുക്ക് 1-ാമത്തെ ശ്ലോകം നോക്കാം. ത്വയി വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമഥന സവിളംബേ ധേനവസ്വൈരചാര തൃണകുതുക നിവിഷ്ട ദൂരദൂരം ചരന്ത്യ കിമപി വിപിനമൈഷീകാഘ്യമീഷാം ബഭൂവ്. ത്വയി വിഹരണലോലേ ബാലജാലൈഃ പ്രലംബ പ്രമഥന സവിളംബേ ധേനവഃ സ്വൈരചാരാः തൃണകുതുക നിവിഷ്ഠാ ദൂരദൂരം ചരന്ത്യഃ കിമപി വിപിനമൈഷീകാഘ്യമീഷാം ബഭൂവുഃ. നമുക്ക് ആദ്യം പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം. 1-ാമത്തെ ലൈനിൽ ഒന്നും കാണുന്നില്ല, എല്ലാം സമസ്ത പദങ്ങളാണ്. 2-ാമത്തെ ലൈനിലും അതുപോലെ തന്നെ. 3-ാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ തൃണകുതുക നിവിഷ്ഠാ ദൂരദൂരം ചരന്ത്യഃ. തൃണകുതുക നിവിഷ്ടാഹ പ്ലസ് ദൂരദൂരം ചരന്ത്യഃ. അവിടെ വിസർഗം ലോപിച്ചിരിക്കുകയാണ്. തൃണകുതുക നിവിഷ്ടാഹ എന്നതിൽ വിസർഗം ലോപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിപിനം പ്ലസ് ഐഷീകാഘ്യം പ്ലസ് ഈഷാം ബഭൂഹു ആണ്. വിപിനമൈഷീകാഘ്യമീഷാം ബഭൂഹു. കിം പ്ലസ് അപിയാണ് കിമപി. അന്വയം ശ്രദ്ധിക്കൂ. ഐ ബാലജാലൈഃ വിഹരണലോലേ പ്രലംബ പ്രമഥന സവിളംബേ ധേനവഃ സ്വൈരചാരാः തൃണകുതുക നിവിഷ്ടാः ദൂരദൂരം ചരന്ത്യഃ ഐഷീകാഘ്യം കിമപി വിപിനം ഈഷാം ബഭൂവു. ത്വയി അങ്ങ് ബാലജാലൈഃ വിഹരണലോലേ. ബാലജാലൈഃ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഗോപബാലകന്മാരാണ്. അതുപോലെ തന്നെ വിഹരണലോലേ കളിയിൽ മുഴുകിയിട്ട്, ആ കുട്ടികളോടുകൂടി അങ്ങ് കളികളിൽ മുഴുകിയിരുന്നു. പ്രലംബ പ്രമഥന സവിളംബേ പ്രലംബാസുരനെ വധിക്കുന്നതിന് വേണ്ടി സവിളംബേ കുറേ സമയം താമസിച്ചപ്പോൾ ധേനവഃ സ്വൈരചാരാഹ. ധേനവഃ എന്ന് പറഞ്ഞിരിക്കുന്നത് പശുക്കൾ. സ്വൈരചാരാഹ സ്വൈരമായി ചരിച്ചു. അതായത് അവരെല്ലാം നോക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട്, നാഥനില്ലാതെ അവർക്കിഷ്ടം പോലെ മേഞ്ഞു നടന്നു. തൃണകുതുക നിവിഷ്ടാഹ. തൃണം പുല്ല്, കുതുകം കൗതുകം, നിവിഷ്ടാഹ യഥേഷ്ടം ദൂരദൂരം ചരന്ത്യഃ. ദൂരെ അങ്ങ് ചരന്ത്യഃ ചരിച്ചു പോയി എന്നർത്ഥം. ഐഷീകാഘ്യം. ഐഷീകം എന്നു പേരായ വനത്തിൽ, വിപിനം വനം, വനത്തിൽ ഈഷാം ബഭൂഹു എത്തിച്ചേർന്നു എന്നർത്ഥം. പ്രലംബ പ്രമഥന സവിളംബേ. ഇവിടെ പ്രലംബനെ വധിക്കുക എന്നുള്ളതായിരുന്നുവല്ലോ പ്രധാന ഉദ്ദേശം. അതിനാണ് ബലരാമനെയും കൂട്ടി പശുക്കളെ മേയ്ക്കുന്ന ഭാവത്തിൽ കാട്ടിലേക്ക് വന്നത് തന്നെ. പ്രലംബനെ ബലരാമനെ കൊണ്ട് വധിപ്പിക്കുവാൻ കണ്ണൻ തീരുമാനിച്ചുറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ കളിക്കാനുള്ള സംഘം തിരിക്കുമ്പോൾ ബലരാമൻ ഏത് ഗ്രൂപ്പിൽ, ശ്രീകൃഷ്ണൻ ഏത് ഗ്രൂപ്പിൽ, ശ്രീനാമാവ് ഏത് ഗ്രൂപ്പിൽ, അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചതുകൊണ്ട് പശുക്കളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്. ഈ നീളം കൂടിയ ഒരുതരം പുല്ലിനെയാണ് ഇഷീകം എന്ന് വിളിച്ചിരിക്കുന്നത്. ആ ഇഷീകം എന്ന പുല്ല് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് തേരകപ്പുല്ല് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ടെക്സ്റ്റിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിദ്ധീകരണമായ വനമാല വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പുസ്തകം. അതിലെഴുതിയിരിക്കുന്നത് തേരകപ്പുല്ല് എന്നാണ്. നീളം കൂടിയ ഒരുതരം പുല്ല് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ പുല്ല് ധാരാളം ഉള്ളതുകൊണ്ടാണ് ഈ വനത്തിന് ഐഷീകം എന്ന് പേര് വന്നിരിക്കുന്നത്. നല്ല പുല്ല് നിൽക്കുന്നത് കണ്ട് പശുക്കൾ അവ തിന്ന് കൂട്ടം തെറ്റി, വഴി തെറ്റി ഏതോ സ്ഥലത്ത് എത്തിച്ചേർന്നു. ആ ഐഷീകം എന്നു പേരുള്ള വനത്തിൽ എത്തിച്ചേർന്നു. നമ്മളും അതുപോലെ തന്നെ സുഖമാണെന്ന് കരുതി ആ സംസാര സാഗരത്തിൽ സംഭ്രമിച്ചുകൊണ്ട്
നടക്കുന്നു എന്നാണ് ഇവിടെ പ്രതീകാത്മകമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലതേത് ചീത്തയേത് എന്ന് തിരിച്ചറിയാതെ ഈശ്വര വിചാരമില്ലാതെ സഞ്ചരിച്ചാൽ നമ്മളും ലക്ഷ്യം തെറ്റി എവിടെയെല്ലാമോ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നേരെ മറിച്ച് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാനിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം നേടാം എന്നുള്ള ഒരു സൂചനയും കൂടി ഈ ശ്ലോകത്തിലുണ്ട്. ഭാണ്ഡീരകം വൃന്ദാവനത്തിലായിരുന്നുവല്ലോ. ഐഷീകവനം വൃന്ദാവനത്തിൻ്റെ പരിധിക്ക് അപ്പുറത്താണ്. ആ വൃന്ദാവനത്തിലെ കാലാവസ്ഥയോ പ്രകൃതിയോ ഒന്നും ആയിരിക്കുകയില്ല ഐഷീകത്തിൽ എന്ന സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. അവിടെ ചെന്നെത്തിയ പശുക്കളുടെ അവസ്ഥ എന്താണ്. ഈ ദശകത്തിൻ്റെ ഹെഡിങ് തന്നെ കാട്ടുതീയിൽ നിന്ന് ഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. അനധിഗത നിദാഘ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിരിതമുപയാതാ കാനനം ധേനവസ്ഥ തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുലാസ്തംഭമാഭൂ. അനധിഗത നിദാഘ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിരിതമുപയാതാഃ കാനനം ധേനവസ്ഥാഃ തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുലാ സ്തംഭമാഭൂ. ഇവിടെ പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം. ആദ്യം തന്നെ ബഹി കഴിഞ്ഞ് വിസർഗമിട്ടിരിക്കുന്നു. ബഹിഹി പ്ലസ് ഇതം പ്ലസ് ഉപയാതാഹ. ബഹിരിതം ഉപയാതാഹ. അവിടെ വിസർഗം ലോപിച്ച് രേഫം വന്നിരിക്കുന്നു. ധേനവഹ പ്ലസ് താഹ ധേനവസ്താഹ. വിരഹ വിഷണ്ണാഹ പ്ലസ് ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുലാഹ പ്ലസ് സ്തംഭം പ്ലസ് ആപുഹു. ഇത് ഒന്നിച്ചു വായിക്കുമ്പോൾ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുല സ്തംഭമാപുഹു. വിരഹ വിഷണ്ണാഹ എന്നതിലെ വിസർഗം ലോപിച്ചിരിക്കുന്നു. ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദ അംഭസ്യാകുലാഹ സ്തംഭമാപുഹു. നമുക്ക് ഇനി അന്വയം നോക്കാം. അനധിഗത നിദാഘ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിഹി ഇദം കാനനം ഉപയാതാഹ താഹ ധേനവഹ തവ വിരഹ വിഷണ്ണാഹ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസരസ്തംഭം ആപുഹു വിസരദംഭസ്യാകുലാഹ. ഇവിടെ തവ വിരഹ വിഷണ്ണാഹ ഭഗവാന്റെ വേർപാടിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിരഹ വിഷണ്ണൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിഷണ്ണാഹ അതായത് വിഷമങ്ങൾക്കെല്ലാം കാരണം ഇവിടെ ഭഗവാന്റെ വേർപാടാണ് എന്ന് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഭഗവാനോട് അടുത്തിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ അടുത്തിരിക്കാനുള്ള ഉപായമാണ് പ്രാർത്ഥനയും മറ്റ് ഭക്തിമാർഗങ്ങളും. നല്ല നീളമുള്ള പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. അത് തിന്ന് പശുക്കളെല്ലാം വഴിതെറ്റി ഐഷിക വനത്തിൽ എത്തിച്ചേർന്നു. നമ്മുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ്. നമ്മൾ മായയിൽ മുങ്ങി മായാമോഹങ്ങളിൽ മുഴുകി ഭഗവാനിൽ നിന്ന് അകന്നകന്ന് ആപത്തിൽ ചെന്ന് ചാടുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അനധിഗത നിദാഘ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിഹി. വൃന്ദാവനത്തിൽ നിന്നും പുറത്ത് എന്നാണ് ബഹിഹി എന്ന് പറഞ്ഞിരിക്കുന്നത്. പുറത്ത് അതായത് അതിർത്തിക്ക് അപ്പുറത്ത്. ഇനി അനധിഗത നിദാഘ ക്രൗര്യ എന്ന് പറഞ്ഞിരിക്കുന്നത് വേനൽക്കാലത്തെ കടുത്ത വെയിലിൻ്റെ ആ ചൂട് തട്ടാത്ത വൃന്ദാവനം, അതിൻ്റെ പുറത്ത്, അതിൻ്റെ അതിർത്തികൾക്കപ്പുറത്ത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഐഷിക വനത്തിൽ എത്തിച്ചേർന്ന ആ പശുക്കൾക്ക് എന്തവസ്ഥ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇദം കാനനം ഉപയാതാഹ, ഈ ഐഷിക വനത്തിൽ എത്തിച്ചേർന്ന താഹ ധേനവഹ, ആ പശുക്കൾ തവ വിരഹ വിഷണ്ണാഹ, അങ്ങയെ പിരിഞ്ഞതിൻ്റെ വിഷമത്തിൽ, ആ വിരഹവേദനയിൽ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസരസ്തംഭം ആപുഹു, വേനൽ ചൂട് തട്ടി വിസരദംഭസ്യാകുല, ചൂട് തട്ടുമ്പോൾ എന്താ അവസ്ഥ ഉണ്ടാവുക? നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹം കൂടില്ല. ഇവിടെ വർദ്ധിച്ചു വന്ന ദാഹം കൊണ്ട് തളർന്നുപോയി, ആകുലരായിത്തീർന്നു, തളർന്നുപോയി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്
ദാഹം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ദാഹജലം പോലെയാണ് ഭഗവാന്റെ സാമീപ്യം. ഭഗവാനിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ കടുത്ത വേനൽ ചൂടിൽ അവരെല്ലാം വളരെയധികം വിഷമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഭക്തവത്സലനായ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് നോക്കാം അടുത്ത ശ്ലോകത്തിൽ. വരൂ, ശ്രദ്ധിക്കൂ. നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. തദനു സഹസഹായൈർദൂരമന്വിഷ്യ ശൗരേ ഗളിതസരണിമുഞ്ചാരണ്യസഞ്ജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതി സർവതോഗ്നിർജൃംഭേ. തദനു സഹസഹായൈർദൂരമന്വിഷ്യ ശൗരേ ഗളിതസരണിമുഞ്ചാരണ്യസഞ്ജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതി സർവതോ അഗ്നിർജൃംഭേ. ഇവിടെ പിരിക്കാനുള്ള പദങ്ങൾ നോക്കുക. സഹായൈഹി പ്ലസ് ദൂരം പ്ലസ് അന്വിഷ്യ, സഹായൈർദൂരം അന്വിഷ്യ, പശുകുലം പ്ലസ് അഭിവീക്ഷ്യ, പശുകുലം അഭിവീക്ഷ്യ, ക്ഷിപ്രം പ്ലസ് ആനേതും പ്ലസ് ആരാതാണ് ക്ഷിപ്രമാനേതുമാരാത്, സർവതഃ പ്ലസ് അഗ്നിഹി പ്ലസ് ജജൃംഭേ സർവതോഗ്നിർജൃംഭേ. ഇവിടെ അഗ്നിഹിയുടെ വിസർഗം രേഫമായിട്ട് മാറി സർവതഃ എന്നത് സർവതോ എന്നായിട്ട് മാറിയിരിക്കുന്നു. നമുക്കിനി അന്വയം ശ്രദ്ധിക്കാം. ഹേ ശൗരേ തദനു സഹായൈഹി സഹ ദൂരം അന്വിഷ്യ ഗളിതം മുഞ്ചാരണ്യം സഞ്ജാതഖേദം പശുകുലം അഭിവീക്ഷ്യ ക്ഷിപ്രമാനേതും ത്വയി ആരാത് ഗതവതി സർവതഃ അഗ്നിഹി ജജൃംഭേ. ഹേ ശൗരേ എന്ന് വിളിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ മറ്റൊരു പേരാണ് ശൗരി. എന്തുകൊണ്ടാണ് ശൗരി എന്ന് വിളിക്കുന്നത്? ശൂരസേന വംശത്തിൽ ജനിച്ചവനാണ്. ശൂരസേനൻ്റെ ചെറുമകനാണ് ഈ ശ്രീകൃഷ്ണൻ. ശൂരസേനൻ്റെ മകൾ ദേവകി, ദേവകിയുടെ മകൻ ശ്രീകൃഷ്ണൻ. സഹായൈഹി എന്ന് പറഞ്ഞിരിക്കുന്നത് സഹായികളോടുകൂടി, സഹ കൂടെ എന്നാണ് അർത്ഥം. ദൂരം അന്വേഷ്യ വളരെ ദൂരം അന്വേഷിച്ചു ചെന്നു. ഗളിതം വഴിതെറ്റി, മുഞ്ചാരണ്യം മുഞ്ചവനത്തിൽ, അരണ്യം വനമാണ്, മുഞ്ചവനത്തിൽ അകപ്പെട്ട്, സംജാതഖേദം വലയുന്ന, ഖേദത്തോടുകൂടി വലയുന്ന, പശുകുലം പശുക്കൂട്ടത്തെ കണ്ടിട്ട്, അഭിവീക്ഷ്യ കണ്ടിട്ട്, ക്ഷിപ്രം ആനേതു അവയെ വേഗം കൊണ്ടുവരുന്നതിലേക്കായി, ത്വയി അങ്ങ്, ആരാത് അടുത്ത്, ഗതവതി ചെന്ന് ചേർന്നപ്പോൾ, കഷ്ടം കഷ്ടം. വളരെ ദയനീയമായ അവസ്ഥയെ പറഞ്ഞിരിക്കുകയാണ്. സർവതഃ എല്ലായിടത്തും, അഗ്നിഹി കാട്ടുതീ, ജജൃംഭേ പടർന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാട്ടുതീ വ്യാപിച്ചുവല്ലോ. ഇവിടെ ഹേ ശൗരേ, മേൽപ്പത്തൂർ ഭഗവാന്റെ നടയിലിരുന്ന് പറയുകയാണ്, അല്ലയോ ഗുരുവായൂരപ്പ, ശൗരേ അങ്ങ്, അനന്തരം തദനു അനന്തരം, സഹായൈഹി സഹായികളോടുകൂടി, കൂടെയുള്ള ഗോപബാലന്മാരെല്ലാം പശുക്കളെ അന്വേഷിച്ച് നടക്കുകയല്ലേ ഇപ്പം. ദൂരം അന്വേഷിക്കുക, വളരെ ദൂരം അന്വേഷിച്ച് ചെന്നു. വഴിതെറ്റി മുഞ്ചാരണ്യത്തിൽ അകപ്പെട്ട് സംജാതഖേദം വലയുന്ന പശുകുലത്തെ കണ്ടിട്ട്, ക്ഷിപ്രം ആനേതു അവയെ വേഗം തിരികെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവരുന്നതിലേക്കായി അങ്ങ് അടുത്ത് ചെന്ന് ചേർന്നപ്പോൾ, അയ്യോ എന്ത് കഷ്ടം, എത്ര ദയനീയമാണ് ഈ അവസ്ഥ, എല്ലായിടത്തും കാട്ടുതീ വ്യാപിച്ചുവല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ സഹായികൾക്കും ഭഗവാന്റെ അസാന്നിധ്യം കൊണ്ട് ദുഃഖമുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയും വിചാരിക്കാം. ഗോപന്മാർക്കും ഭഗവാന്റെ അസാന്നിധ്യത്തിൽ ഖേദമുണ്ടായി. അതുപോലെ തന്നെ പശുക്കൂട്ടം ഭഗവാനെ പിരിഞ്ഞ് ആ ഐഷികവനത്തിൽ അകപ്പെട്ടു പോയതുകൊണ്ട് അവർക്കും ദുഃഖമുണ്ടായി. അവരും ആകുലരായി തീർന്നു. അപ്പോൾ ഭഗവാന്റെ സാമീപ്യമാണ് എല്ലാത്തിനും പരിഹാരം അല്ലെങ്കിൽ പ്രതിവിധി എന്ന് മനസ്സിലാക്കുക. ഭഗവാനെ പിരിഞ്ഞ പശുക്കൾക്കെന്ന പോലെ കൂട്ടുകാരായ ഗോപകുമാരന്മാർക്കും കാട്ടുതീയിൻ്റെ ഉപദ്രവം ഭഗവാന്റെ അസാന്നിധ്യം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഈ കാട്ടുതീ എല്ലായിടത്തും പടർന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഭഗവത് സാന്നിധ്യമുണ്ടായ പശുക്കൾക്കല്ല, ഭഗവാനെ വിട്ടുപോയ കൂട്ടുകാർക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ആപത്തുണ്ടാകാതെ നോക്കാനും ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷിക്കാനും ഭഗവാൻ ഒരാൾക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് നാം മനസ്സിലാക്കണം. അതാണ് ഈ ദശകത്തിൻ്റെ താല്പര്യമെന്ന്
നമുക്ക് മനസ്സിലാകും. ഇവിടെ താപത്തെ അകറ്റുന്നവനായ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മെ കരകയറ്റാനായി ഭഗവാനുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് ഒരു ദുരിതവും ദുഃഖവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക. 4ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ. സകലഹരിതിദീപ്തേ ഘോരഭാങ്കാരഭീമേ ശിഖിനി വിഹതമാർഗ അർദ്ധദഗ്ധായി വാർത്ത അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. പിരിക്കാനുള്ള പദങ്ങൾ ശ്രദ്ധിക്കാം. വിഹതമാർഗാഹ പ്ലസ് അർദ്ധദഗ്ധാഹ പ്ലസ് ഇവ പ്ലസ് ആർത്താഹ. വിഹതമാർഗ അർദ്ധദഗ്ധ ഇവാർത്താഹ. വിഹതമാർഗാഹ അർദ്ധദഗ്ധാഹ ഈ 2 പദങ്ങളിലെയും വിസർഗം ലോപിച്ചു പോയിരിക്കുന്നു. അതുപോലെ 3ാമത്തെ പദത്തിലേക്ക് വരുമ്പോൾ ഇവ പ്ലസ് ആർത്താഹ ഇവാർത്താഹ വിസർഗം നിൽക്കുന്നുണ്ട്. 3ാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ പാഹി പ്ലസ് ഇതി പാഹീതി. 4th ലൈനിൽ ശരണം പ്ലസ് ഉപഗതാഹ പ്ലസ് ത്വാം ശരണമുപഗതാസ്ത്വാം. താപഹർത്താരം പ്ലസ് ഏകം താപഹർത്താരമേകം. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അന്വയം എങ്ങനെയാണെന്ന് നോക്കാം. ഘോരഭാങ്കാര ഭീമേ ശിഖിനി സകലഹരിതി ദീപ്തേ വിഹതമാർഗാഹ അർദ്ധദഗ്ധാഹ ഇവ ആർത്താഹ അഹഹ ഭുവനബന്ധോ പാഹി പാഹി ഇതി ഉക്ത്വാ സർവേ ഏകം താപഹർത്താരം ത്വാം ശരണമുപഗതാഹ. ഘോരഭാങ്കാര ഭീമേ. ഭാം ഭാം എന്ന ഘോരമായ ശബ്ദത്തിൽ, ഭീമമായ ശബ്ദത്തിൽ നിന്നാണ്. ശിഖിനി തീയിൽ, ശിഖി അഗ്നി, ശിഖിനി അഗ്നിയിൽ. സകലഹരിതി സകലതിനെയും ഹരിക്കുന്ന, നശിപ്പിക്കുന്ന ഭയങ്കരമായ കാട്ടുതീ, ഭയങ്കരമായ ജ്വാലകളോടുകൂടിയ കാട്ടുതീ. ഹരിതം എന്ന വാക്കിന് പച്ച എന്ന അർത്ഥമുണ്ട്. അതുപോലെ ദിക്ക് എന്ന അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. ഇവിടെ എല്ലാ ദിക്കുകളിലും കാട്ടുതീ ആളിപ്പടർന്നു, ദീപ്തമായി എന്നർത്ഥം. ദീപ്തേ വിഹതമാർഗാഹ കാട്ടുതീ എല്ലാ ദിക്കിലും ആളിപ്പടർന്നപ്പോൾ ശരിയായ മാർഗം കിട്ടാതെ, അതായത് വഴി കാണാതെ, വിഹതമാർഗാഹ അർദ്ധദഗ്ധാഹ ഇവ പകുതി വെന്തവരായിട്ട്, അതായത് പൊള്ളലേറ്റിട്ട്, ഇവ ആർത്താഹ ഇപ്രകാരം ആർത്തന്മാരായി ദുഃഖിതരായി, അഹഹ അഹഹ ഭുവനബന്ധോ ലോകബന്ധുവായവനെ, ലോകത്തിന് മുഴുവനും ആശ്രയമായവനെ എന്ന് വിളിച്ചിരിക്കുന്നു. പാഹി പാഹി രക്ഷിച്ചാലും രക്ഷിച്ചാലും. ഇതി ഉക്ത്വ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സർവേ എല്ലാവരും ഏകം താപഹർത്താരം ഒരേ ഒരു ആശ്രയമാണ്, താപം ദുഃഖമാണ്, ആ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഒരേ ഒരു ആശ്രയമായ അങ്ങയെ ശരണം ഉപഗതാഹ ശരണം പ്രാപിച്ചു. ഭയങ്കരമായ ചടപട ശബ്ദത്തോടുകൂടി അഗ്നി എല്ലാ ദിക്കിലും കത്തിപ്പടർന്നു. ആ ഉഗ്രമായ ജ്വാലകളിൽ നിന്നും രക്ഷപ്പെടാൻ വഴി കാണാതെ അവരെല്ലാവരും ആർത്തരായി ഒരേ ഒരു ആശ്രയമായ ഭഗവാനെ ശരണം പ്രാപിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം നോക്കാം. അലമലമതിഭീത്യ സർവതോ മീലയധ്വം ദൃശമിതി തവ വാചാ മീലിതാക്ഷേഷു തേഷു കൊനുദവദഹനോത്സോ കുത്ര മുഞ്ചാടവീസ സപതി വവൃതിരേതേ ഹന്ത ഭാണ്ഡീരദേശേ. അലമലമതിഭീത്യ സർവതോ മീലയധ്വം ദൃശമിതി തവ വാചാ മീലിതാക്ഷേഷു തേഷു ക്വനു ദവദഹനോസൗ കുത്ര മുഞ്ചാടവീസ സപതി വവൃതിരേ തേ ഹന്ത ഭാണ്ഡീരദേശേ. നമുക്ക് പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം. അലം പ്ലസ് അലം പ്ലസ് അതിഭീത്യ അലമലം അതിഭീത്യ. സർവതഃ പ്ലസ് മീലയധ്വം സർവതോ മീലയധ്വം. ദൃശം പ്ലസ് ഇതി ദൃശം ഇതി. ദവദഹനഃ പ്ലസ് അസൗ ദവദഹനോസൗ. അടുത്തതായി അന്വയം ശ്രദ്ധിക്കൂ. അതിഭീത്യ അലം അലം സർവതഃ ദൃശം മീലയധ്വം ഇതി തവ വാച തേഷു മീലിതാക്ഷേഷു അസൗ ദവദഹനഃ ക്വനു സാ മുഞ്ചാടവി കുത്ര തേ സപതി ഭാണ്ഡീരദേശേ വവൃതിരേ ഹന്ത. അതിഭീത്യ വളരെയധികം ഭയത്തോടുകൂടി. അലം അലം എന്ന് പറഞ്ഞാൽ മതി മതി, സർവത എല്ലാവരും. ദൃശം മീലയധ്വം, ഇവിടെ ദൃശ്യം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ണുകളെയാണ്. മീലയധ്വം കണ്ണുകൾ അടയ്ക്കൂ. ഇതി ഇപ്രകാരമുള്ള. തവ വാച അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട്. തേഷു അവർ.
മീലിതാക്ഷേഷു കണ്ണടച്ചപ്പോൾ അസൗ ആ ദവദഹനഃ ഭയങ്കരമായ കാട്ടുതീ കൊനു എവിടെ പോയി സാ ആ മുഞ്ചാടവി കുത്ര മുഞ്ചവൻ എവിടെ പോയി തേ സപതി അവരെല്ലാം പെട്ടെന്ന് ഭാണ്ഡീരദേശത്ത് വവൃതിരെ എത്തിച്ചേർന്നുവല്ലോ. ഹന്ത എന്താശ്ചര്യം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭഗവാന്റെ മാഹാത്മ്യത്തെയും യോഗശക്തിയെയും നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ ശ്ലോകം. കണ്ണടച്ചു തുറന്ന സമയത്തിനകം ഭഗവാൻ എല്ലാവരെയും കാട്ടുതീയിൽ നിന്നും രക്ഷിച്ച് സുരക്ഷിതരായി ഭാണ്ഡീരദേശത്ത് എത്തിച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ കരുതുന്നു കാട്ടുതീ എല്ലായിടത്തും പടർന്നു ആ ഭഗവത് സാന്നിധ്യമുണ്ടായ പശുക്കൾക്കല്ല, ഭഗവാൻ വിട്ടുപോയ കൂട്ടുകാർക്കാണെന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ടല്ലേ. ആപത്തുണ്ടാകാതെ നോക്കാനും അഥവാ ഇനി ആപത്തുണ്ടായാൽ തന്നെ അതിൽ നിന്ന് രക്ഷിപ്പാനും ഭഗവാന് മാത്രമേ സാധിക്കൂ എന്ന് ഈ ശ്ലോകത്തിലും മേൽപ്പത്തൂർ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഭഗവാനെ ഗുരുവായൂരപ്പാ ശരണം. കാട്ടുതീയിൽപ്പെട്ട് പുറത്തേക്കുള്ള വഴി കാണാതെ വിഷമിച്ച ആ ഗോപാലന്മാരോട് ഭഗവാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കൂ, ഭയപ്പെടേണ്ട കാര്യമില്ല. കണ്ണടച്ച് തുറന്നപ്പോൾ അവരെല്ലാവരും നിൽക്കുന്നത് വൃന്ദാവനത്തിലാണ്. കണ്ണുകൾ തുറന്നപ്പോൾ ഒന്നും കാണാനില്ല, കാട്ടുതീ കാണാനില്ല, ആ മുഞ്ചാടവി അതായത് മുഞ്ചവനം കാണാനില്ല, ഒന്നും വ്യക്തമാകാത്തതുപോലെ അവരെല്ലാവരും സുരക്ഷിതരായി ആ ഭാണ്ഡീരദേശത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. എന്താശ്ചര്യം എന്ന് അവരെല്ലാവരും വിചാരിക്കുന്നു. നമുക്കിനി 6ാമത്തെ ശ്ലോകം നോക്കാം. ജയ ജയ തവമായ കേയമീശേതി തേഷാം നുദിഭിരുദിതഹാസോ ബദ്ധനാനാവിലാസ പുനരപി വിപിനാന്തേ പ്രാചരപ്പാടലാദി പ്രസവനികരമാത്രഗ്രാഹ്യഘർമാനുഭാവേ. ജയ ജയ തവ മായ കേയമീശേതി തേഷാം നുദിഭിരുദിതഹാസോ ബദ്ധനാനാവിലാസഃ പുനരപി വിപിനാന്തേ പ്രാചരപ്പാടലാദിപ്രസവനികരമാത്രഗ്രാഹ്യഘർമാനുഭാവേ. നമുക്ക് പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം. 1ാമത്തെ ലൈനിൽ നോക്കൂ, കേയമീശേതി. അവിടെ ക പ്ലസ് ഇയമാണ് കേയം. ക പ്ലസ് ഇയം പ്ലസ് ഈശ പ്ലസ് ഇതിയാണ് കേയമീശേതി. ഓർക്കുക, ക പ്ലസ് ഇയം പ്ലസ് ഈശ പ്ലസ് ഇതി കേയമീശേതി. ഇനി അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ നുദിഭിഹി പ്ലസ് ഉദിതഹാസഃ പ്ലസ് ബദ്ധനാനാവിലാസഃ. നുദിഭിരുദിതഹാസോ ബദ്ധനാനാവിലാസഃ. അത്രയുമേ ഉള്ളൂ ഇവിടെ. ബാക്കിയെല്ലാം സമസ്ത പദങ്ങളാണ്. നമുക്കിനി അന്വയം ശ്രദ്ധിക്കാം. ഹേ ഈശ ജയ ജയ തവ മായ ഇയം ക ഇതി തേഷാം നുദിഭിഃ വിലാസഃ ഉദിതഹാസഃ ബദ്ധനാനാവിലാസഃ ത്വം പാടലാദിപ്രസവനികരമാത്ര ഗ്രാഹ്യഘർമാനുഭാവേ വിപിനാന്തേ പുനരപി പ്രാചരഃ. ഹേ ഈശ എന്ന് വിളിച്ചിരിക്കുകയാണ് ഭഗവാനെ. ജയ ജയ, അങ്ങ് ജയിച്ചാലും ജയിച്ചാലും, ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് ജയിച്ചാലും ജയിച്ചാലും. തവമായ, അങ്ങയുടെ മായാവിലാസം. ഇയം കാ എന്തുമാത്രം അത്ഭുതകരമാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇതി ഇപ്രകാരം തേഷാം നുദിഭിഹി അവരുടെ നുദിഭിഹി പ്രശംസകൾ കേട്ട് വിലാസഃ ത്വം അങ്ങ് വളരെയധികം പ്രസന്നവാനായി. ഉദിതഹാസഃ ഉദിച്ചു വരുന്ന ഹാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ചിരിച്ചുകൊണ്ട്. ബദ്ധനാനാവിലാസഃ പലതരം കളിചിരികളും നേരമ്പോക്കുകളുമായിട്ട് ത്വം അങ്ങ്. പാടലാദിപ്രസവനികരമാത്ര. ഇവിടെ പാടലം എന്ന് പറഞ്ഞിരിക്കുന്നത് പാതിരി എന്ന ഒരു മരത്തിനെയാണ്. പാടലം ആദി, പ്രസവം പുഷ്പമാണ്, നികരം കൂട്ടം. പാടലാദിപ്രസവ നികരമാത്ര ഗ്രാഹ്യ കർമാനുഭാവേ. ഇവിടെ ഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുക, കർമ്മം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഗ്രീഷ്മകാലത്തെയാണ്. കർമാനുഭാവേ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. എങ്ങനെയാണ്? ഈ പൂക്കളുടെ പ്രസൻസ് കൊണ്ട് നമുക്ക് ഇത് ഏത് ഋതുവാണ്, ഗ്രീഷ്മ ഋതുവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ഗ്രീഷ്മ ഋതുക്കളിൽ മാത്രം പുഷ്പിക്കുന്ന ഒരു വൃക്ഷമാണ് പാതിരി. വിപിനാന്തേ കാട്ടിൽ
വിപിനം കാട്, വിപിനാന്തേ കാടിന് അന്തർഭാഗത്ത്, പുനരപി പ്രാചരഹ പിന്നെയും, പുനഃ അപിയാണ് പുനരപി, പ്രാചരഹ അങ്ങ് സഞ്ചരിച്ചു. അവിടെ കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ട ഗോപാലകന്മാർ ഭഗവാനെ ജയിച്ചാലും ജയിച്ചാലും എന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ആ സ്തുതി കേട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പലതരം നേരമ്പോക്കുകളും കളികളുമായി ആ വൃന്ദാവനത്തിൽ പശുക്കളെ മേയിച്ചുകൊണ്ട് വീണ്ടും സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കിനി 7ാമത്തെ ശ്ലോകം നോക്കാം. ത്വയി വിമുഖമിവോച്ചൈസ്താപഭാരം വഹന്തം തവ ഭജനവദന്തപങ്കമുച്ഛോഷയന്തം തവ ഭുജവദുദഞ്ചദ്ഭൂരിതേജപ്രവാഹം തപസമയമനൈഷീർയാമുനേഷു സ്ഥലേഷു ത്വയി വിമുഖം ഇവോച്ചൈസ്താപഭാരം വഹന്തം തവ ഭജനവദ് അന്തപങ്കമുച്ഛോഷയന്തം തവ ഭുജവദുദഞ്ചദ്ഭൂരിതേജപ്രവാഹം തപസമയമനൈഷീർയാമുനേഷു സ്ഥലേഷു. ഇനി നമുക്ക് പിരിക്കാനുള്ള പദങ്ങൾ ആദ്യം നോക്കാം. വിമുഖം പ്ലസ് ഇവ പ്ലസ് ഉച്ചൈഹി പ്ലസ് താപഭാരമാണ്. വിമുഖം ഇവോച്ചൈസ്താപഭാരം. ഭജനവത് പ്ലസ് അന്തപങ്കം പ്ലസ് ഉച്ഛോഷയന്തം. ഭജനവത് അന്തപങ്കമുച്ഛോഷയന്തം. ഇനി ഭുജവത് പ്ലസ് ഉദഞ്ചത് ഭൂരിതേജ പ്ലസ് പ്രവാഹമാണ്. ഭുജവത് ഉദഞ്ചത് ഭൂരിതേജ പ്രവാഹം. ഇനി തപസമയം പ്ലസ് അനൈഷീഹി പ്ലസ് യാമുനേഷു. തപസമയം അനൈഷീർയാമുനേഷു. ഇനി നമുക്ക് അന്വയം നോക്കാം. ത്വയി വിമുഖം ഇവ ഉച്ചൈഹി താപഭാരം വഹന്തം തവ ഭജനവത് അന്തപങ്കം ഉച്ഛോഷയന്തം തവ ഭുജവത് ഉദഞ്ചത് ഭൂരിതേജ പ്രവാഹം തപസമയം ത്വം യാമുനേഷു സ്ഥലേഷു അനൈഷീഹി. ത്വയി അങ്ങയിൽ നിന്ന്, വിമുഖം ഇവ ഉച്ചൈഹി താപഭാരം വഹന്തം അങ്ങയിൽ നിന്ന് വിമുഖനായതുകൊണ്ടുണ്ടായ താപഭാരം കൂടിയിട്ട്, അതായത് ദുഃഖം കൂടിയിട്ട് എന്നും അർത്ഥമുണ്ട്, ചൂട് കൂടിയിട്ട് എന്നും അർത്ഥമുണ്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഗ്രീഷ്മ ഋതുവാണെന്ന് പറഞ്ഞിരുന്നുവല്ലോ. ഭഗവാനിൽ നിന്ന് അകലുമ്പോഴുണ്ടാകുന്ന ദുഃഖം. തവ ഭജനവത് അന്തപങ്കം അങ്ങയുടെ ഭജനം പോലെ അകത്തുള്ള മാലിന്യം മുഴുവനും ഉച്ഛോഷയന്തം അകറ്റിക്കളയുന്നത്, അതായത് അങ്ങയെ ഭജിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യമെല്ലാം അകന്ന് ഭഗവത് സാന്നിധ്യം ഉണ്ടാകുന്നു. നമ്മുടെ ഉള്ളിൽ ആ ഭഗവാന്റെ സാന്നിധ്യം നിറയുന്നു. തവ ഭുജവത് ഉദഞ്ചത് അവിടുത്തെ തൃക്കൈകൾ പോലെ ഉജ്ജ്വലിക്കുന്ന ഭൂരി തേജപ്രവാഹം. ഭൂരി തേജ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന ഐശ്വര്യത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ തൃക്കൈകളിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജം, തേജസ്. തപസമയം ഇവിടെ താപമുള്ള സമയമാണ്, അതായത് വേനൽക്കാലം എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ തപസമയത്ത്, അതായത് വേനൽക്കാലത്ത് ത്വം അങ്ങ് യാമുനേഷു സ്ഥലേഷു യമുനയുടെ തീരപ്രദേശങ്ങളിൽ കൂടി അനൈഷീഹി കഴിച്ചുകൂട്ടി കൂട്ടുകാരുമായിട്ട്. ഇവിടെ ഭഗവാനിൽ നിന്ന് അകലുന്നതാണ് സന്താപത്തിനെല്ലാം കാരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഭജനം കൊണ്ടും അതുപോലെ പാദസേവ കൊണ്ടും അർച്ചന കൊണ്ടും എല്ലാം മനസ്സ് ശുദ്ധമാക്കി, അതായത് നമ്മുടെ ഉള്ളിലുള്ള മാലിന്യത്തെ ഇല്ലാതെയാക്കിയാൽ ആത്മചൈതന്യം വർദ്ധിക്കുമെന്നും നമ്മിൽ തന്നെ വസിക്കുന്ന ആത്മചൈതന്യം വർദ്ധിക്കുമെന്നും കവി ഉപദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭഗവത് പ്രാർത്ഥനയിലും ഭഗവത് പൂജയിലും മുഴുകി ഭഗവാനോട് ചേർന്നിരുന്നാൽ ഒരു വിധത്തിലുള്ള ദുഃഖവും നമുക്കുണ്ടാവുകയില്ല എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഭഗവാനിൽ നിന്ന് നാം അകന്നു പോകുന്തോറും നമ്മുടെ ഉള്ളിലെ ദുഃഖഭാരം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ മാലിന്യം വർദ്ധിച്ചിട്ട് വേനൽക്കാലത്തെ ചൂടുകൊണ്ട് തപിക്കുന്നത് പോലെ നാം എല്ലാം തപിക്കുകയാണ്. ആ വേനൽക്കാലത്തും വൃന്ദാവനത്തിൽ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതിനാൽ ദുരിതങ്ങളൊന്നും ഉണ്ടായില്ല, ആർക്കും തന്നെ ദുഃഖാധിക്യം ഉണ്ടായില്ല, ചൂട് അനുഭവപ്പെട്ടില്ല. അവരെല്ലാം യമുനയുടെ തീരത്ത് ഗോക്കളെ മേയിച്ചും ഗോപാലകന്മാരോടുകൂടിയും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ച് സുഖമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. നമുക്കിനി 8ാമത്തെ ശ്ലോകം നോക്കാം.
തദനു ജലദജാലൈസ്ത്വദ്വപുസ്തുല്യഭാഭിർവികസദമലവിദ്യുത്പീതവാസോ വിലാസൈ സകലഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിധരകുഹരേഷു സ്വൈരവാസീ വ്യനൈഷീ. തദനു ജലദജാലൈസ്ത്വദ്വപുസ്തുല്യഭാഭിർവികസദമലവിദ്യുത്പീതവാസോ വിലാസൈ സകലഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിധരകുഹരേഷു സ്വൈരവാസി വ്യനൈഷീഃ. ഒന്നാമത്തെ ലൈനിൽ ജലദജാലൈസ്ത്വദ്വപുസ്തുല്യഭാഭിർ, ത്വത് പ്ലസ് വപുഹു പ്ലസ് തുല്യഭാഭിഃ, ത്വദ്വപുസ്തുല്യഭാഭിർ. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, ചെറിയ ചെറിയ പദങ്ങളാക്കി നോക്കാം. ജലദജാലൈഹി പ്ലസ് ത്വദ്വപു ആണ് ജലദജാലൈസ്ത്വദ്വപു. ത്വത് പ്ലസ് വപുഹു ത്വദ്വപുഹു. വപുഹു പ്ലസ് തുല്യഭാഭിഃ വപുസ്തുല്യഭാഭിർ. ഇനി നമുക്ക് അന്വയം ശ്രദ്ധിക്കാം. തദനു ത്വം ത്വദ്വപുസ്തുല്യഭാഭിഃ വികസദമലവിദ്യുത്പീതവാസോ വിലാസൈഃ ജലദജാലൈഃ സകലഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിധരകുഹരേഷു സ്വൈരവാസി വ്യനൈഷീഃ. തദനു അനന്തരം ത്വം, ഭഗവാൻ ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, ത്വം അങ്ങ് നിന്തിരുവടി. ത്വത് വപുസ്തുല്യഭാഭിഃ, ത്വത് വപു അങ്ങയുടെ ശരീരം, തുല്യഭാഭിഃ അങ്ങയുടെ ശരീരത്തിന് തുല്യമായ കാന്തിയോടുകൂടിയതും, ശോഭ, കാന്തി, തേജസ് എന്നൊക്കെ പറയാം അവിടെ. വികസത അമല വിദ്യുത് പീതവാസോ വിലാസൈഃ. ഇവിടെ വികസത അമല വിദ്യുത് പീതവാസോ വിലാസം എന്ന് പറഞ്ഞിരിക്കുന്നത് മഞ്ഞപ്പട്ടാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. ആ മഞ്ഞപ്പട്ടിൻ്റെ ഭംഗിയെ പറഞ്ഞിരിക്കുന്നത് മിന്നൽ പിണരുകൾ ഉണ്ടാകുമ്പോൾ ആ മിന്നലിൻ്റെ വെളിച്ചത്തിൽ എപ്രകാരമാണോ ആ മഞ്ഞപ്പട്ട് ശോഭിക്കുന്നത്, അതിന് തുല്യമായ കാന്തിയോട് കൂടിയത് എന്നാണ്. ജലദജാലൈഹി, ജലം വെള്ളം എന്നറിയാം. ജലദം മേഘമാണ്, മേഘത്തിൽ നിന്നാണല്ലോ മഴ പെയ്യുന്നത്. അതുകൊണ്ട് ജലദജാലം, മേഘക്കൂട്ടങ്ങളാണ് ഇവിടെ. സകല ഭുവനഭാജാം ഹർഷദാം, എല്ലാവർക്കും സന്തോഷം നൽകുന്നത്. വേനൽക്കാലം കഴിഞ്ഞു, മഴക്കാലം തുടങ്ങാറായി. അതാണ് ജലദജാലം, മേഘക്കൂട്ടങ്ങളെ കണ്ട് എല്ലാവർക്കും സന്തോഷം തോന്നാൻ കാരണം. ഇനി വർഷവേലാം, വർഷകാലം വന്നു. ക്ഷിതിധര കുഹരേഷു, ക്ഷിതിധരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പർവ്വതത്തിനെയാണ്. കുഹരം ഇവിടെ ഗുഹയാണ്. ക്ഷിതിധര കുഹരേഷു എന്ന് പറഞ്ഞാൽ പർവ്വത ഗുഹകളിൽ. സ്വൈരവാസി വനേഷി, ആ വർഷകാലത്ത് മഴ നനയാതെ പർവ്വത ഗുഹകളിൽ സ്വൈരമായി കഴിച്ചുകൂട്ടി എന്നാണ്. ഭഗവാൻ ഗോപാലകന്മാരോടും മറ്റ് പശുക്കൂട്ടങ്ങളോടും കൂടി പർവ്വത ഗുഹകളിൽ ആ മഴക്കാലത്ത് കഴിച്ചുകൂട്ടിയെന്നാണ്. ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ ദേഹത്തിൻ്റെ ശോഭയോട് തുല്യമായ ഭംഗിയും അതുപോലെ തന്നെ തെളിഞ്ഞ് മിന്നുന്ന മിന്നൽ പിണരുകളെ കൊണ്ട് ആ മഞ്ഞപ്പട്ടിൻ്റെ ഭംഗിയും കലർന്ന അവിടുന്ന് മഴക്കാറ് കൊണ്ട്, മേഘക്കൂട്ടങ്ങളെ കൊണ്ട് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ആ വർഷകാലം വന്നപ്പോൾ പർവ്വത ഗുഹകളിൽ സ്വൈരമായി കഴിച്ചുകൂട്ടി. അതായത് സങ്കടം എല്ലാം നീങ്ങി, ദുഃഖമെല്ലാം നീങ്ങി ആനന്ദം അരുളുവാനുള്ള ഭഗവാന്റെ ദിവ്യരൂപത്തെയാണ് ഈ വർഷകാലത്തിലും കവി നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ, 9ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ, ആ ഗുഹയിൽ മറ്റുള്ളവരോടുകൂടി ക്രീഡിക്കുന്ന ഭഗവാനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ ഭഗവാനെ ഗോവർദ്ധന പർവ്വതവും തന്നാൽ കഴിയുന്ന വിധത്തിൽ ഭക്തിയോടെ സേവിക്കുന്നതായി വർണ്ണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. കുഹരതല നിവിഷ്ടം ത്വാം ഗരിഷ്ഠം ഗിരീന്ദ്ര ശിഖികുല നവകേകാകുഭിക് സ്തോത്രകാരി സ്ഫുടകുടജ കദംബസ്തോമ പുഷ്പാഞ്ജലിം ച പ്രവിദധത് അനുഭേജേ ദേവഗോവർദ്ധനോത്സവ. കുഹരതല നിവിഷ്ടം ത്വാം ഗരിഷ്ഠം ഗിരീന്ദ്ര ശിഖികുല നവകേകാകുഭി സ്തോത്രകാരി സ്ഫുടകുടജ കദംബസ്തോമ പുഷ്പാഞ്ജലിം ച പ്രവിദധത് അനുഭേജേ ദേവ ഗോവർദ്ധനോത്സവ.
ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലൈനിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം സമസ്ത പദങ്ങളാണ്. നാലാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ പ്രവിദധത് പ്ലസ് അനുഭേജേ പ്രവിദധത് അനുഭേജേ. ഗോവർദ്ധനഃ പ്ലസ് അസൗ ഗോവർദ്ധനോസൗ. ഇനി നമുക്ക് അന്വയം നോക്കാം. ഹേ ദേവ അസൗ ഗോവർദ്ധനഃ ഗിരീന്ദ്രഃ ശിഖികുലനവകേകാകാകുഭിഃ സ്തോത്രകാരി സ്ഫുടകുടജകദംബസ്തോമപുഷ്പാഞ്ജലിം പ്രവിദധത് ച കുഹരതലനിവിഷ്ടം ഗരിഷ്ഠം ത്വാം അനുഭേജേ. മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് പറയാണ്, ഹേ ദേവ, അല്ലയോ ദേവ ഗുരുവായൂരപ്പ, ഗോവർദ്ധനഃ ഗിരീന്ദ്രഃ, ഗോവർദ്ധനം എന്ന ഈ വൻപർവ്വതം ശിഖികുല നവകേകാകാകുഭിഃ, ഇവിടെ മയിലുകളുടെ ആഹ്ലാദസൂചകമായ മധുരമനോഹരമായ ശബ്ദത്താൽ സ്തോത്രകാരി സ്തുതിച്ചും സ്ഫുടകുടജകദംബസ്തോമപുഷ്പാഞ്ജലിം പൊട്ടിവിടരുന്ന കുടകപ്പാല, കടമ്പ് മുതലായ വൃക്ഷങ്ങളുടെ പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുകയാണ്, പുഷ്പാർച്ചന നടത്തുകയാണ്. പ്രവിദധത് അർച്ചന നടത്തി. കുഹരതലനിവിഷ്ടം പർവ്വത ഗുഹകളിൽ വാണരുളുന്ന ഭഗവാനെ, ഗരിഷ്ഠം എന്ന് പറഞ്ഞാൽ മഹാനായ എന്നർത്ഥമാണ്, വളരെയധികം ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന. ത്വാം അനുഭേജേ, അങ്ങയെ കൂടെ ഭജിച്ചു, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ ഭജിച്ചുവല്ലോ. അനുഭേജേ എന്ന് പറഞ്ഞിരിക്കുന്ന ഉപചരിക്കുന്നതിനെയാണ്. ഇവിടെ ഗോവർദ്ധന പർവ്വതവും ആ പർവ്വതത്തിലുള്ള വിവിധ തരം പുഷ്പങ്ങൾ, അതായത് വർഷകാലാരംഭത്തിൽ പൂക്കുന്ന കടമ്പ്, കുടകപ്പാല മുതലായ വൃക്ഷങ്ങളുടെ പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്തും, അതുപോലെ ആ പർവ്വതത്തിൽ വസിക്കുന്ന മയിലുകളുടെ കൂട്ടം പുറപ്പെടുവിക്കുന്ന ആഹ്ലാദസൂചകമായ ശബ്ദത്താലും, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് പർവ്വത ഗുഹകളിൽ വസിച്ചിരുന്നപ്പോൾ ആ ഗോവർദ്ധന പർവ്വതവും അങ്ങയെ ഭജിച്ചുവല്ലോ. മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാൽ എന്ന് കവി പാടിയിട്ടുണ്ട്. ഇവിടെ മേഘങ്ങൾ ആകാശത്ത് അങ്ങനെ ഉരുണ്ടുകൂടുന്നത് കണ്ടപ്പോൾ മയിലുകൾക്ക് വളരെയധികം സന്തോഷമായി. അവയെല്ലാം പീലി വിരിച്ച് പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ച് നൃത്തമാടാൻ തുടങ്ങി. അതുപോലെ തന്നെ വർഷകാലത്തിൻ്റെ ആരംഭമാണ്. പൂക്കളെ കൊണ്ട് നിറഞ്ഞു മരങ്ങളെല്ലാം. കടമ്പ്, കുടകപ്പാല മുതലായ മരങ്ങളിൽ പൊട്ടിവിടരുന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഗുഹാവാസിയായ ഭഗവാന് പ്രത്യേകിച്ചും ആനന്ദദായകങ്ങളായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കിനി 10ാമത്തെയും ഈ ദശകത്തിലെ അവസാനത്തെയും ശ്ലോകം നോക്കാം. വർഷകാലം കഴിഞ്ഞു വരുന്ന ശരത്കാലത്തെ വർണ്ണിച്ചുകൊണ്ടാണ് ഈ ദശകത്തിലെ ശ്ലോകം അവസാനിപ്പിച്ചിരിക്കുന്നത്. അഥ ശരദമുപേതാം താം ഭവദ്ഭക്തചേതോ വിമലസലിലപൂരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഹ പവനപുരപതേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. പദങ്ങൾ ശ്രദ്ധിക്കൂ. അഥ ശരദമുപേതാം താം ഭവദ്ഭക്തചേതോ വിമലസലിലപൂരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഹ പവനപുരപതേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. ഇവിടെ പിരിക്കാനുള്ള പദങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ലൈനിൽ ശരദം പ്ലസ് ഉപേതാം, ശരദമുപേതാം. ഇനി തൃണം പ്ലസ് അമലവനാന്തേ, തൃണമമലവനാന്തേ. നമുക്ക് അന്വയം നോക്കാം. അധ ഉപേതാം ഭവദ്ഭക്തചേതോ വിമലസലിലപൂരാം താം ശരദം കാനനേഷു മാനയൻ അമലവനാന്തേ ഗാഹ തൃണം ചാരു സഞ്ചാരയൻ ത്വം ഹേ പവനപുരപതേ മേ ദേഹസൗഖ്യം ദേഹി. അധ ശരദമുപേതാം എന്നാണ്. അധ ഉപേതാം താം ശരദം. ആ വർഷകാലം കഴിഞ്ഞപ്പോൾ അധ അനന്തരം പിന്നീട് എന്നാണ്. വർഷകാലം കഴിഞ്ഞപ്പോൾ ശരത്കാലം വന്നു. ആ സമയത്തെ വർണ്ണനയാണ്. അങ്ങനെ ശരത്കാലം വന്നെത്തിയപ്പോൾ ചേതോ വിമലസലിലപൂരാം, എല്ലാവരുടെയും മനസ്സുകൾ പവിത്രമായ നിർമ്മലമായ ജലം പോലെ ശുദ്ധമായി തീർന്നു, നിർമ്മലമായി തീർന്നു ശരത്കാലത്ത്.
ഭഗവാന്റെ കൂടെ വസിച്ച് ഭക്തന്മാരുടെ മനസ്സിലെ മാലിന്യമെല്ലാം അകന്ന് അവരുടെ മനസ്സെല്ലാം നിർമ്മലമായി ഭഗവത് ചിന്ത കൊണ്ട് ഭഗവത് സാന്നിധ്യം കൊണ്ട് അങ്ങനെയുള്ള ആ ശരത്കാലത്ത് കാനനേഷു കാനനങ്ങൾ തോറും നടന്ന് മാനയൻ എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനായിട്ട് അമലവനാന്തേ, ഘോരമായ വനമല്ല, ചെറിയ വനമാണ്, അതുകൊണ്ടാണ് അമലവനാന്തേ എന്ന് പറഞ്ഞിരിക്കുന്നത്. തെളിഞ്ഞ കാട്ടിനുള്ളിൽ ഗാഹ പശുക്കളെ, തൃണം പുല്ല്, ചാരു സഞ്ചാരയൻ എന്ന് പറഞ്ഞിരിക്കുന്ന മനോഹരമായി അങ്ങ് സഞ്ചരിച്ചു. അവിടെ പുല്ല് തീറ്റിക്കൊണ്ട് പശുക്കളെ മേയിച്ചുകൊണ്ട് അങ്ങ് ചാരു സഞ്ചാരയൻ ത്വം, അങ്ങ് ഭംഗിയായി സഞ്ചരിച്ചു എന്നോ അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ആ മനോഹര രൂപത്തിൽ എല്ലാവർക്കും കാണാൻ പാകത്തിന് കണ്ണുകൾക്ക് ആനന്ദം നൽകിക്കൊണ്ട് സഞ്ചരിച്ചു എന്നോ പറയാം. പതിവ് പോലെ മേൽപ്പത്തൂർ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുകയാണ്. ഹേ പവനപുരപതേ, അല്ലയോ ഗുരുവായൂരപ്പ, മേ ദേഹസൗഖ്യം ദേഹി, എനിക്ക് ദേഹസൗഖ്യം നൽകണമേ, എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ദശകവും അവസാനിപ്പിക്കുന്നു. 58 ദിവസമായി ഇന്ന് ഭജന തുടങ്ങിയിട്ട്. നമുക്ക് 59ാമത്തെ ദശകം അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും സ്വാഗതം ചെയ്യുന്നു. എന്തെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ.